നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഗായത്രി, കുഞ്ഞിനെ എടുക്ക. ഭാവന വിളിച്ചില്ലേ? വിളിച്ചിരുന്നു. ഞാൻ ആ കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് നിങ്ങൾ വന്നത്. എന്താ ഭാമേ, എന്താ പ്രശ്നം? കരയാതെ കാര്യം പറ ബാമേ, എന്തു പറ്റി? അമ്പാലിക ആന്റി ആയിട്ട് വഴക്കുണ്ടായോ? കരയാതെ. ഗായത്രി, ഭാമ ഇനി ആ വീട്ടിൽ താമസിപ്പിക്കുന്നത് അപകടമാ. ഏട്ടത്തിന്താ അങ്ങനെ പറഞ്ഞത്? ഇവളവിടെ നല്ല സന്തോഷത്തിലല്ലേ കഴിഞ്ഞിരുന്നത്. എന്നാ ഇന്ന് ഞങ്ങൾ കണ്ടില്ലായിരുന്നെങ്കിലേ ഭാമയ്ക്കും കുഞ്ഞിനും എന്തും സംഭവിക്കുമായിരുന്നു. അതെ ഗായത്രി, ഭാമ പറയുന്നത് കേട്ടാ ഒരിക്കലും ഭാമയ്ക്കും കുഞ്ഞിനും ആ വീട്ടിൽ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല. എന്താ എന്താ നിനക്ക് അവിടെ സംഭവിച്ചത്? ഇത്രയും വേണം. ആന്റി പറഞ്ഞ പണം മോഹിച്ചിട്ടല്ലേ അരുന്ധതിയിൽ നിന്നും എന്നെ അകറ്റാൻ നോക്കിയത്. മതിയടാ, ഇവിടെ ആരും നല്ലവനാകാൻ നോക്കണ്ട. സ്വന്തം കാര്യം നേടാൻ വേണ്ടി തന്നെയാ പലരും പലതും ചെയ്യുന്നത്. ഈ ഞാനും ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്ത് പ്രയോജനം കിട്ടുന്നത്? മനസ്സുഖം കിട്ടുമോ? ശരീരസുഖം കിട്ടുമോ? സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. ജീവിതത്തിന് നല്ലൊരു ഭാഗവും പലരും ചെയ്യുന്നത് എന്താണെന്നറിയോ? പരസ്പരം വഴക്കിട്ടും തല്ലുകൂടിയും വെട്ടിപ്പിടിച്ചും ജീവിക്കും. ഒടുവിൽ അവസാന നാളുകളിൽ ആർക്കും വേണ്ടാതെ തെരുവിലും ശരണാലയങ്ങളിലും ജീവിച്ചു തീർക്കും. ശരിയല്ലേ? അതുകൊണ്ട് ഇനിയെങ്കിലും സമാധാനത്തോടെ ജീവിക്കാൻ നോക്ക്. ഈ കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും നിലനിൽപ്പും എല്ലാം ഭാവനയായിരുന്നു. അതാരും മറക്കണ്ട. അത് കണ്ട് ഞാനും ജാനകിയും വരെ അസൂയ തോന്നി പലതും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സമാധാനം കളയാൻ നോക്കിയിട്ടുണ്ട്. അവസാനം ഞങ്ങൾക്ക് സംഭവിച്ചെന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. ഇവിടെ ഭാവനയില്ലാത്തതിന്റെ പേരിലാ ഓരോ സംഭവങ്ങളും നടക്കുന്നത്. അവൾക്കെന്താ ഒരു ജീവിതം വേണ്ടേ? അതോ എന്നും സഹോദരങ്ങൾക്ക് വേണ്ടി മാത്രം അവൾ ജീവിച്ചാൽ മതിയോ? എന്നാ ഇനി അത് പറ്റില്ല. ഭാവന ആഗ്രഹിച്ച പോലൊരു ജീവിതം ഈ വീട്ടിൽ എല്ലാവർക്കും വേണം. അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും പരസ്പരം മനസ്സിലാക്കി തന്നെ ജീവിക്കണം. ആർക്കെന്ത് ആവശ്യം വന്നാലും ഭാവനയ്ക്ക് പകരക്കാരനായി നിൽക്കാൻ ഞാനുണ്ട്. ജാനകി നിങ്ങൾക്കൊപ്പം ഉണ്ട്. അതെ, ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. പക്ഷേ നിങ്ങളും ഞങ്ങൾക്കൊപ്പം ഉണ്ടാവണം. വയസ്സുകാലത്ത് ഗായത്രിക്ക് വേണ്ടത് കണ്ണുനീരല്ല, സമാധാനമാ. അത് നിങ്ങൾ ഓരോരുത്തരിൽ നിന്നും ഗായത്രിക്ക് കിട്ടണം. പരസ്പരം മനസ്സിലാക്കി വേർതിരിവില്ലാതെ വേണം ഇനി നിങ്ങൾ ജീവിക്കാൻ. അല്ലാതെ കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞും പരസ്പരം വിഴുപ്പലക്കിയല്ല ജീവിക്കേണ്ടത്. ഞങ്ങൾ പറഞ്ഞ പോലെ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അറിയാലോ, പറക്കാനുള്ള ചിറക് മുളച്ചിട്ടേ ഉള്ളൂ. ഇനിയും ഒരുപാട് കടമ്പകൾ കടന്നാലേ നിങ്ങൾക്കൊക്കെ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാൻ ഞങ്ങളും ഒരുപാട് വൈകിപ്പോയി. എല്ലാം പണമാണെന്നുള്ള ചിന്ത എത്രയോ വലിയ മണ്ടത്തരമാണെന്ന് ദൈവം മനസ്സിലാക്കി തന്നു.
ഞങ്ങൾക്കുണ്ടായതുപോലൊരു ദുരനുഭവം ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്കെന്നും നല്ലത് വരാൻ വേണ്ടി മാത്രം ജീവിച്ചോളാം ഭാവന. പക്ഷേ അവളിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാനാവാതെ വിഷമിക്കുക. അവളുടെ ആരോഗ്യസ്ഥിതി ഒന്നിനും അവളെ അനുവദിക്കുന്നില്ല. നിങ്ങൾ സന്തോഷത്തോടെ ഒത്തൊരുമയോടെ തന്നെ ജീവിക്കണം. അത് ഈ വീട്ടിലായാലും ശരി, വേറെ ഏത് വീട്ടിലായാലും ശരി. ഭാവനയാ ഭരത്തിനെയും ഭാമയും വീണ്ടും ഈ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നത്. ഇനിയെങ്കിലും അവള് പറയുന്നത് പോലെ നിങ്ങളൊന്ന് ജീവിക്കണം. ഇവിടെ ഒരിക്കലും നിങ്ങൾ പരാജയപ്പെടില്ല. എന്റെ അനുജന്റെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്ന ഈ വീട്ടിൽ നിന്ന് ഞാൻ ഉറപ്പു തരിക, എന്തിനും നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ടാവും. തന്റെ വല്യച്ഛൻ ഇപ്പോഴാ ഭാവന ജീവിക്കാൻ തുടങ്ങിയത്. പണ്ട് കാണിച്ചു കൂട്ടിയതിനൊക്കെ പ്രായച്ചിത്തം ചെയ്യാ ഇപ്പോ. സത്യം പറഞ്ഞ വല്യച്ഛന്റെ വീടും കാറും ഒക്കെ തിരിച്ചു കിട്ടി കഴിയുമ്പോ വീണ്ടും പഴയതുപോലെ ആവുന്ന ഞാൻ കരുതിയത്. ഇപ്പോഴാ ഞങ്ങൾക്ക് പഴയ വല്യച്ഛനെ തിരിച്ചു കിട്ടിയത്. ഇവിടെയും തന്റെ പെരുമാറ്റമാ വല്യച്ഛനെ വല്യമ്മയെ മാറ്റിയത്. എത്രയായാലും മനസാക്ഷി എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ. അതെ സൂര്യ, മനസാക്ഷി തന്നെയാ വല്യച്ഛനെ വല്യമ്മയൊക്കെ മാറ്റിയത്. പെട്ടെന്നൊരു ദിവസം വീടും കാറും ഒക്കെ നഷ്ടപ്പെടുന്നു, വേറൊരു വീട്ടിൽ ചെന്ന് കഴിയേണ്ടി വരുന്നു. ഇതൊന്നും ഒരിക്കലും വല്യച്ഛനും വല്യമ്മയും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാ. ഇവിടെ ആ ദൈവം എന്ന ശക്തിക്ക് എത്രത്തോളം സത്യമുണ്ടെന്ന് മനസ്സിലാവുന്നത്. സൂര്യ പറഞ്ഞ പോലെ എത്രയും വേഗം ഭരത്തിനെയും അരുന്ധതിയെയും പ്രത്യേകം താമസിപ്പിക്കണം. ഇപ്പൊ ഭാമയും കൂടെ വന്ന സ്ഥിതിക്ക് ഇനി ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. അഭി വന്നിട്ട് അവരെ പഴയതുപോലെ മാറ്റി താമസിപ്പിക്കണം. അവിടെ തന്നെ താമസിച്ചാൽ മതിയായിരുന്നു. ഭാമ തന്നെയാ അംബാലിക ആന്റിയുടെ വാക്ക് വിശ്വസിച്ചു പോയത്. അവര് പല കണക്കുകൂട്ടലുകളോടെയാ ഭാമയും ഭരത്തിനെയും കൊണ്ടുപോയത്. എന്നിട്ടിപ്പോ എന്ത് സംഭവിച്ചു? വന്ന് കേറിയതുപോലെ തന്നെ 2 മരുമക്കളും മോളും ഇറങ്ങിപ്പോയി. അഭി ഈ വിവരം ഒന്ന് വിളിച്ചു പറയണം. ഇല്ലെങ്കിൽ അന്നത്തെ പോലെ വേറെ കഥകളാവും ആന്റി ഉണ്ടാക്കി പറയാൻ പോകുന്നത്. അഭിയോട് അവരുടെ ഒരു കളിയും നടക്കില്ല ഭാവന. അവൻ ആൺകുട്ടിയാ. ഭാമ ഇന്ന് നിവർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ അഭി തന്നെയാണ്. അത് ശരിയാ സൂര്യ. ഭാമയ്ക്കൊരു തെറ്റുപറ്റെങ്കിലും അഭിയെ പോലൊരു പയ്യനെ കിട്ടിയത് അവളുടെ ഭാഗ്യ. അതാ നാളെ തന്നെ ആ SI അജിസാറിനെ വിളിച്ചിട്ട് അനിരുദ്ധൻ ഭാമയെ അപകടപ്പെടുത്താൻ നോക്കിയതും തന്റെ വല്യച്ഛൻ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും പറയണം. ഇപ്പോഴാവുമ്പോ അയാൾ ജാമ്യത്തില് കേസൊന്ന് കിടക്കും. ശരി, ഞാൻ അജിത് സാറിനെ വിളിച്ചു പറഞ്ഞോളാം. ഭാമയും വല്യച്ഛനെയും കൊണ്ട് ഒരു കംപ്ലൈന്റ് കൊടുപ്പിക്കാം. അത് വേണം. ഇല്ലെങ്കിൽ ഇനി അയാൾ വരും. എപ്പോഴും ഒരുപോലെ ആവണമെന്നില്ല. എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കണം. അയാൾ എത്ര കിട്ടിയാലും പഠിക്കാത്തൊരു മൃഗമായിപ്പോയി. സ്വന്തം മകളെ ലക്ഷ്യത്തിലെത്തിക്കാൻ പറ്റാത്തതിലുള്ള ദേഷ്യം അയാളീ തീർക്കുന്നേ. ഇനി ഒരിക്കൽ കൂടി അയാൾ നേർക്കുനേരെ വന്ന അന്നത്തോടെ അയാളുടെ ചാപ്റ്റർ ഞാൻ ക്ലോസ് ചെയ്യും. ആ പാർസൽ ഇപ്പൊ എന്റെ കയ്യിലില്ല. അന്ന് രാത്രി തന്നെ ഞാനത് ഭരത്തിനെ ഏൽപ്പിച്ചു. പക്ഷെ ഭരത് അത് എത്തിക്കേണ്ട ആളുടെ കയ്യിൽ എത്തിച്ചിട്ടില്ല. എത്തിച്ചെങ്കിൽ തന്നെ മൈക്കിൾ ഇപ്പോൾ ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ. മയക്കുമരുന്ന് കേസിൽ ഭരത്തിനെ കൊടുക്കാൻ എന്താ വഴി?
എങ്ങനെയെങ്കിലും എന്റെ മോളിൽ നിന്ന് അവനെ ഒന്ന് വേർപെടുത്തണം. അങ്ങനെയാണെങ്കിൽ ആദ്യം ഭരത്തിന്റെ കയ്യിൽ നിന്ന് ആ പാർസൽ വാങ്ങിക്കണം. എന്നിട്ട് ഞാൻ ആലോചിച്ചിട്ട് വേണ്ട പോലെ ചെയ്യാം. പക്ഷേ കാശാവും. അയ്യോ, കാശ് എത്ര വേണമെങ്കിലും ഞാൻ തരാം. എനിക്ക് കാര്യം നടന്നാ മതി. അവനൊരു പണി കൊടുക്കേണ്ടത് എന്റെയും കൂടി ആവശ്യമാണ്. ഇനി ആ പാഴ്സൽ അവൻ മറ്റാർക്കെങ്കിലും വിറ്റിരിക്കൂ? ഒരിക്കൽ അവൻ എന്നെ ചതിച്ചതാ. പക്ഷേ ഇനി അത് നടക്കില്ല. ആ പാർസൽ അവന്റെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടാവും. ഞാൻ അത് വാങ്ങുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ അവന്റെ വീട്ടിൽ തന്നെ പോയി എല്ലാവരുടെ മുമ്പിൽ വെച്ച് ആ പാർസൽ വാങ്ങണം. ഗായത്രിയും മക്കളും കാണട്ടെ അവന്റെ യഥാർത്ഥ സ്വഭാവം. അത് വേണമെങ്കിൽ ഞാൻ ചെയ്യാം. എല്ലാവരുടെയും മുമ്പിൽ വെച്ചാവുമ്പോ അവനൊന്നും പറയാൻ പറ്റില്ല. അതോടെ ചിലപ്പോ അവൻ വീട്ടിൽ നിന്ന് പുറത്താവുകയും ചെയ്യും. പിന്നെ ഞാൻ നോക്കിക്കൊള്ളാം. എന്തായാലും സന്തോഷിക്കാൻ തയ്യാറായിക്കും.